വെള്ളത്തിൽ നന്നായി വളർന്ന ഒരു ഇൻഡോർ ചെടി മണ്ണിലേക്ക് മാറ്റി നട്ടപ്പോൾ അത് വാടി ഉണങ്ങിപ്പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നഴ്സറിയിൽ പോയി ഒരുപാട് പണം കളയാതെ നിങ്ങളുടെ വീടൊരു കാട് പോലെ പച്ചപ്പുള്ളതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, വെള്ളത്തിൽ വളരുന്ന പോത്തോസ് ചെടി, മണി പ്ലാന്റ് റൂട്ട് ഷോക്ക് ഇല്ലാതെ എങ്ങനെ മണ്ണിലേക്ക് മാറ്റാം. രണ്ടാമത്തേതായിട്ട്, ഒരു മോൺസ്റ്ററ ചെടി കൃത്യമായി എവിടെ മുറിച്ചാണ് വെള്ളത്തിൽ വേര് പിടിപ്പിക്കേണ്ടത്. മൂന്നാമതായി, ഒരു സ്നേക്ക് പ്ലാന്റ് വിഭജിച്ച് എങ്ങനെ സൗജന്യമായി പുതിയ ചെടികൾ ഉണ്ടാക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ചെടിയായ പോത്തോസ് മാറ്റുന്നതിൽ നിന്ന് തുടങ്ങാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് പോത്തോസ് ചെടി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നാണ്. ഇതിന്റെ തണ്ടിൽ ദാ ഈ കാണുന്ന ഇലകൾ വരുന്ന ജോയിന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ഇതിന് തൊട്ടു താഴെയായി വേണം നമ്മൾ കട്ട് ചെയ്യാൻ. നോഡില്ലാത്ത വെറും ഇല മാത്രം എടുത്താൽ അതിൽ വേര് വരില്ല. കട്ട് ചെയ്ത ശേഷം ഇതിന്റെ താഴത്തെ ഇലകൾ മാറ്റിയതിനു ശേഷം നമുക്കിതൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മാറ്റാം. ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈഡ്രോഫോണിക്സ് രീതിയിൽ വെള്ളത്തിൽ വളർത്തിയ പോത്തോസ് ചെടി മണ്ണിലേക്ക് നടുമ്പം വലിപ്പമുള്ള നല്ല വേരുകൾ ഉണ്ടായിട്ടും ചെടി വാടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ റൂട്ട് ഷോക്ക് എന്ന് വിളിക്കുന്നത്. ഇത് ഒഴിവാക്കി ചെടിയെ ഹെൽത്തി ആയിട്ട് മണ്ണിലോട്ട് മാറ്റാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മണ്ണിലേക്ക് മാറ്റാൻ അനുയോജ്യമായ സമയം, അതായത് എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണം. വെള്ളത്തിൽ വെച്ചിരിക്കുന്ന പോത്തോസിന്റെ വേരുകൾക്ക് കുറഞ്ഞത് 2 മുതൽ 4 ഇഞ്ച് വരെ നീളം വരുമ്പോൾ മണ്ണിലേക്ക് മാറ്റാം. വേരുകൾ ഒരുപാട് നീണ്ട് കാട് പോലെ വെള്ളത്തിൽ വളരാൻ വെക്കരുത്. വെള്ളത്തിലെ വേരുകൾ, വാട്ടർ റൂട്ട്സ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അവയ്ക്ക് പെട്ടെന്ന് മണ്ണിലെ സോയിലുമായിട്ട് അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ രണ്ടാമതായിട്ട്, അനുയോജ്യമായ മണ്ണ്, കറക്റ്റ് പോട്ടിംഗ് മിക്സ്, അത് ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നടേണ്ട രീതിയും ആദ്യകാല ആഫ്റ്റർ കെയർ, അതായത് പരിചരണം എന്ന് പറയുമ്പോൾ മണ്ണ് എപ്പോഴും നമ്മൾ നനവുള്ളതായിരിക്കണം. വെള്ളത്തിൽ നിന്നും പെട്ടെന്ന് വരണ്ട മണ്ണിലേക്ക് മാറ്റുമ്പം ചെടിക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടാവും. അതുകൊണ്ട് നട്ട് കഴിഞ്ഞ ആദ്യത്തെ ഒരു 1-2 ആഴ്ചയിലൊക്കെ എപ്പോഴും മണ്ണിൽ നേരിയ ഈർപ്പം, ഒരു മോയ്സ്ചർ നിലനിർത്താൻ ശ്രദ്ധിക്കണം. മണ്ണ് ഉണങ്ങാൻ അനുവദിക്കരുത്. പിന്നെ ലൈറ്റിംഗ് ശ്രദ്ധിക്കാനുള്ളത്, നട്ടയുടനെ ചെടി നേരിട്ട് വെയിലടിക്കുന്നിടത്ത് വെക്കരുത്. നല്ല എയർ എൻട്രി ഉള്ള എന്നാൽ നേരിട്ട് വെളിച്ചം അടിക്കാത്ത ഒരു തണലുള്ള സ്ഥലത്ത് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് വേണം ആദ്യത്തെ 2 ആഴ്ച വെക്കാൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളപ്രയോഗം, മണ്ണിലേക്ക് മാറ്റി നടുന്ന ഉടനെ യാതൊരുവിധ രാസവളങ്ങളോ ഫെർട്ടിലൈസറോ കട്ടി കൂടിയ ഒരു തരത്തിലുള്ള വളങ്ങളോ നൽകരുത്. വേരുകൾ മണ്ണിൽ ഉറച്ച ശേഷം ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് മാത്രം വളം ഇട്ടാൽ മതി. അടുത്തത് സ്നേക്ക് പ്ലാന്റിനെ പറ്റി പറയാവേ. ചിലപ്പോഴൊക്കെ സ്നേക്ക് പ്ലാന്റ് മാറ്റുമ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള റൈസോം ഒരു കിഴങ്ങ് പോലെ ഇരിക്കും, അത് മുറിക്കേണ്ടി വരും. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് വേറൊരു രീതിയാണ്. ഇതുപോലെ വേരുകളോട് കൂടിയ ചെറിയ കുഞ്ഞി തൈകൾ, ബേബി പ്ലാന്റ് നമുക്ക് കൈകൊണ്ട് തന്നെ വേർപെടുത്തി എടുക്കാൻ പറ്റും. ഇങ്ങനെ വേരോടെ കിട്ടുന്നത് വളരെ നല്ലതാണ്, കാരണം ഇവ പെട്ടെന്ന് തന്നെ പുതിയ ചട്ടിയിൽ പിടിച്ചു കിട്ടും. ഇത് നട്ട ശേഷം 2 ദിവസത്തിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അടുത്തത് നമുക്ക് മോൺസ്റ്ററ കട്ട് ചെയ്യുന്നത് നോക്കാം. മോൺസ്റ്ററ മുറിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വെറുതെ ഒരു ഇല മാത്രം മുറിച്ചെടുക്കുക എന്നാണ്. അങ്ങനെ ചെയ്താൽ വേരുകൾ വരില്ല. ഇവിടെ കാണുന്നത് പോലുള്ള ഇലയുടെ തണ്ട് പ്രധാന തണ്ടിലേക്ക് ചേരുന്ന ഈ തടിച്ച ഭാഗത്തെയാണ് നോഡ് എന്ന് പറയുന്നത്. ഇതിന് തൊട്ടു താഴെയായി ഒരു കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ചെരിച്ചു വേണം മുറിച്ചെടുക്കാൻ. അതിനുശേഷം ഇതേപടി ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് വയ്ക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെടികൾ കട്ട് ചെയ്യുമ്പോൾ സാധാരണ വരുത്തുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അത് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ പ്രൊപ്പഗേഷൻസ് വിജയിക്കുകയുള്ളൂ. ഒന്നാമതായി, പോസിബിൾ ആണെങ്കിൽ കത്രികയ്ക്ക് പകരം നല്ല മൂർച്ചയുള്ള ഒരു കത്തിയോ സർജിക്കൽ ബ്ലേഡോ ഉപയോഗിക്കുക. കത്രിക വെച്ച് മുറിക്കുമ്പോൾ തണ്ട് ചതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന കത്തി ഡെറ്റോളോ ആൽക്കഹോളോ വെച്ച് നന്നായി തുടയ്ക്കണം. കാരണം മുൻപ് നമ്മൾ ഏതെങ്കിലും കേടായ ചെടി മുറിക്കാൻ ഉപയോഗിച്ച കത്തിയാണെങ്കിൽ അതിലെ ഫംഗസ് ഈ നല്ല ചെടിയിലോട്ടും പകരും. അതുപോലെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും 45 ഡിഗ്രി ആംഗിളിൽ ചെരിച്ച് വേണം മുറിക്കാൻ. ഇത് കണ്ടോ, ഈ കാണുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായി കാണും വെള്ളത്തിൽ തന്നെ വളർത്തുന്ന എൻ്റെ മോൺസ്റ്ററ ചെടിയാണ്, ഹൈഡ്രോഫോണിക് മോൺസ്റ്ററ. ഇതിൻ്റെ വേര് കണ്ടോ, ചെറിയ ചെറിയ നല്ല വെളുത്ത വേരുകളാണ് വന്നിരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് ചെടികൾ എപ്പോഴും വെള്ളത്തിൽ വെച്ചാൽ ചീഞ്ഞു പോയില്ലേ എന്ന്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് രീതിയിൽ ഒരു നോഡൊക്കെ നോക്കി മുറിച്ച് വെച്ചാൽ ഒട്ടും ചീഞ്ഞു പോകാതെ ഇതുപോലെ നന്നായിട്ട് വളരും. വെള്ളത്തിൽ വളരുന്ന ഈ വേരുകൾക്ക് വാട്ടർ റൂട്ട്സിനൊരു പ്രത്യേകതയുണ്ട്. ഇവ ഭയങ്കര സോഫ്റ്റും വെള്ളത്തിൽ നിന്ന് ഉള്ള വായു നേരിട്ട് വലിച്ചെടുക്കാൻ പാകത്തിലുള്ളതുമാണ്.
ഇതിന് വലിയ കെയറൊന്നും ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. കൂടാതെ ഇതിനാവശ്യമായ പോഷകങ്ങൾ കിട്ടാൻ മാസത്തിൽ ഒരിക്കൽ ഒരു 1-2 തുള്ളി ലിക്വിഡ് ഫെർട്ടിലൈസറോ, ഇപ്പം നമ്മൾ ഇത് വെള്ളത്തിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ ഈ ഒരു വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്താലും മാത്രം മതി. ഇപ്പം മണ്ണിലൊക്കെ ഇട്ട് കൈ വൃത്തികേടാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വീടിനുള്ളിൽ വെക്കാൻ പറ്റിയ ഏറ്റവും മികച്ചമായ ഒരു രീതിയാണിത്. അടുത്തത് CC പ്ലാന്റിൻ്റെ ഇത് കാണിക്കാവേ. ഈ CC പ്ലാന്റ് വേർപെടുത്താൻ ഞാൻ കത്തിയോ കത്രികയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പകരം എൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ വളരെ സോഫ്റ്റായിട്ടും സാവധാനം അതിൻ്റെ വേരുകൾക്കിടയിലൂടെ ഇതുപോലെ അടർത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ നാച്ചുറൽ സെപ്പറേഷൻ എന്ന് പറയും. ഇതാണ് ചെടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ രീതി. കാരണം ഇപ്പോൾ കത്തിയൊക്കെ വെച്ച് മുറിക്കുമ്പോൾ വേരുകൾക്ക് അനാവശ്യമായിട്ട് മുറിവുകൾ ഉണ്ടായേക്കാം. അപ്പോൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ ഈ കിഴങ്ങുകൾ, ഇതിൻ്റെ റൈസോംസ് എവിടെയാണോ സ്വാഭാവികമായിട്ട് വേർപിരിഞ്ഞു നിൽക്കുന്നത് അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇത് വെവ്വേറെ ചെടികളിലേക്ക് നട്ടുകൊടുക്കും. അപ്പോൾ ഇതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് വേർപെടുത്തുമ്പം കിഴങ്ങുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് വളരെ ചെറിയൊരു മുറിവുണ്ടാകും. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ ചെടി വെളിയിൽ വെക്കാം. പിന്നെ ചെറിയ ചട്ടികൾ ഉപയോഗിക്കുക. വേർപെടുത്തിയ ഓരോ ചെടിയും വലിപ്പം കുറഞ്ഞ ചട്ടികളിലേക്ക് നടുക. വലിയ ചട്ടികളിലെ കൂടുതൽ മണ്ണ് കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാൻ കാരണമാകും. നനയ്ക്കുന്നത് നിയന്ത്രിക്കുക. നട്ടയുടനെ വെള്ളം ഒഴിക്കരുത്. ഒരു 2-3 ദിവസത്തിന് ശേഷം കുറച്ചായിട്ട് നനച്ചു കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ഈ പ്ലാന്റ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ പ്ലാന്റ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, സാമ്പത്തിക ലാഭം. അതായത് ഇപ്പം പുതിയ ചെടിയൊക്കെ സൗജന്യമായിട്ട് കിട്ടും നമുക്ക്. ഇപ്പം നഴ്സറിയിലൊക്കെ പോയി, ഇവിടെയാണ് ഞാനിപ്പോൾ UK-ലാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഗാർഡൻ സെൻറ്ററിലൊക്കെ പോയിട്ട് പുതിയ ചെടി വാങ്ങിക്കുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെടിയിൽ നിന്ന് തന്നെ പുതിയവ വളർത്തിയെടുക്കാൻ പറ്റും. ഒന്നിൽ നിന്ന് പലത് തന്നെ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്ങുകൾ എടുത്തോ വേർപെടുത്തിയോ കുറഞ്ഞ ചെലവിൽ വലിയൊരു ഇൻഡോർ ഗാർഡൻ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ഗുണങ്ങൾ നിലനിർത്താം. അതായത് ഇപ്പം ജെനറ്റിക് പ്രിസർവേഷൻ എന്ന് പറയും. അതായത് ഇപ്പം തണ്ട് മുറിച്ചോ വേര് പിടിച്ചോ നടുന്ന രീതി വഴി ഉണ്ടാക്കുന്ന പുതിയ ചെടികൾ അതിൻ്റെ മദർ ചെടിയുടെ കൃത്യമായ ക്ലോൺസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ലൈക്ക് ഇലകളുടെ പ്രത്യേക നിറമോ പുള്ളികളോ പ്രത്യേക വളർച്ചാ രീതികളോ മാറാതെ ആ മദർ പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങളോട് തന്നെ പുതിയ ചെടിയും വളർന്നു വരും. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞാൽ ചെടികളുടെ ഒരു ആരോഗ്യവും പുനരുജ്ജീവനം എന്ന് വെച്ചാൽ പ്ലാന്റ് റിജുവിനേഷൻ. ഇപ്പം നമ്മൾ കുറച്ചുകൂടി വേരുകൾക്ക് സ്പേസ് കൊടുക്കുവാണ്. അതായത് ഇപ്പോൾ സ്നേക്ക് പ്ലാന്റ് പോലെയുള്ള അല്ലെങ്കിൽ CC പ്ലാന്റ് പോലെയുള്ളവ ഒരേ ചട്ടിയിൽ വളർന്ന് വേര് തിങ്ങി നിറയാറുണ്ട്. റൂട്ട് ബൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇവയെ മാറ്റി നടുന്നത് ചെടിക്ക് പുതിയ ജീവൻ നൽകും. പിന്നെ ചെടി കൂടുതൽ ഇടതൂർന്ന് വളരും. അതായത് ഇപ്പം നമ്മൾ മോൺസ്റ്ററയോ പോത്തോസോ കട്ട് ചെയ്ത് കൊടുക്കുമ്പം ആ നോഡിൽ നിന്ന് പുതിയ ഒരു ചെടി അവിടുന്ന് പൊട്ടി വളരാൻ തുടങ്ങും. മദർ പ്ലാന്റ് കൂടുതൽ ശാഖകളോടെ ഇടതൂർന്ന് ബുഷിയായിട്ട് വളരാൻ സഹായിക്കും കട്ട് ചെയ്യുന്നതോടെ. പിന്നെ പറഞ്ഞാൽ സുരക്ഷിതമായ ഒരു പ്ലാന്റ് ഇൻഷുറൻസ് ആണ്. എന്ന് വെച്ചാൽ ചെടി നഷ്ടപ്പെടത്തില്ല. ഇപ്പം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിക്ക് പെട്ടെന്ന് അഴുകലോ റൂട്ട് റോട്ടോ രോഗമോ എന്തെങ്കിലും വന്നു പോയാൽ അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് നമ്മൾ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെറൈറ്റി നമുക്ക് നഷ്ടപ്പെടത്തില്ല ഒരിക്കലും. പിന്നെ നമുക്ക് ചെടിയൊക്കെ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. അപ്പോൾ അതും ഒരു പ്രകൃതിയോടുള്ള നമ്മുടെ ഒരു ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. അതായത് ഇപ്പം ശുദ്ധമായിട്ടുള്ള എയർ പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. അതായത് വീട്ടിലിപ്പോൾ കൂടുതൽ ചെടികൾ ഉണ്ടാകുമ്പോൾ വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കപ്പെടുകയും കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അറിയാം തന്നെ എയർ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. പിന്നെ മെൻ്റൽ ഹെൽത്ത് ആണ് കേട്ടോ. പിന്നെ എന്ന് പറയുമ്പം ചെടികളെ പരിപാലിക്കുന്നതും അവ വളരുന്നത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതും എൻ്റെ ഒരു ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഇൻഡോർ ചെടികളെ വളരെ എളുപ്പത്തിൽ ഇരട്ടിപ്പിക്കുന്നത്? പോത്തോസ് ചെടി മണ്ണിലേക്ക് മാറ്റുന്നതും സ്നേക്ക് പ്ലാന്റ് വിഭജിച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതും മോൺസ്റ്ററെ കൃത്യമായി മുറിച്ചെടുക്കുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ചെടി വളർത്തലിൽ ചെറിയ തെറ്റുകളോ വേര് ചെയ്യലോ ഒക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ഒന്നുമില്ല. കൃത്യമായ പരിചരണത്തിലൂടെ നമുക്കവയെ മാറ്റിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ 3 ചെടികളിൽ ഏതാണ് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.